നമ്മൾ ഒരു ജെം മ്യൂസിയത്തിലേക്കാണ് അടുത്തത് വന്നിട്ടുള്ളത്. നാച്ചുറൽ ജെംസ് മാനുഫാക്ചർ ചെയ്യുന്ന ജ്വല്ലറി ചെയ്യുന്ന ഒരു മ്യൂസിയമാണ്. ജെം ലബോറട്ടറി. നമ്മൾ ഈ മ്യൂസിയത്തിലേക്ക് ആദ്യം തന്നെ കയറുമ്പോൾ നമുക്കൊരു ഇതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ പ്രദർശിപ്പിച്ച് കാണിച്ചു തരുന്നുണ്ട്. ഇതിനുശേഷമാണ് നമ്മൾ ഈ മ്യൂസിയം കറങ്ങി കാണുന്നത്. പല വിധത്തിലുള്ള ഓരോരോ സ്റ്റോണുകളും അതേപോലെ മിനറൽസുകളുമാണ് ഇവിടെ പ്രധാനമായും പ്രദർശനത്തിന് വെച്ചിട്ടുള്ളത്. അതിനെക്കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസാണ് നമുക്ക് നമ്മുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട്, ഈ സ്ഥാപനത്തിൻ്റേതായിട്ടുള്ള ഒരു ഇൻസ്ട്രക്ടർ ഉണ്ട്. അദ്ദേഹം നമുക്ക് ഓരോരോ സ്റ്റോണുകളെ കുറിച്ചും വിശദമായി തന്നെ പറഞ്ഞു തരുന്നുണ്ട്. Only the blue sapphire is getting from Sri Lanka. Yes. Remaining all sapphires from different part of the world. But the most expensive is blue sapphire, right? Yes. And these are called star ruby, star sapphire, and we had the pink sapphire. ഇത് ശ്രീലങ്കയിലെ ഒരു മിനിയേച്ചർ മാപ്പാണ്. ശ്രീലങ്കയിൽ നിന്നും ഏതൊക്കെ പ്രദേശങ്ങളിൽ നിന്നാണ് പ്രഷ്യസ് അതുപോലുള്ള സ്റ്റോണുകൾ ഖനനം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചിട്ട് നമുക്ക് കാണിച്ചു തരുന്ന ഒരു മാപ്പാണ്. പ്രധാനമായിട്ടും കാൻഡിയിലെ അതേപോലെ കാൻഡിയായിട്ട് ചുറ്റിപ്പറ്റിക്കിടങ്ങുന്ന സ്ഥലങ്ങളായ എല്ലാ നുവാരേലിയ എന്നിവിടങ്ങളിലാണ് പ്രധാനമായിട്ടും ഖനനങ്ങൾ ചെയ്യുന്നത്. ഇത് നമ്മൾ കാണുന്നത് ഡയമണ്ട് അതേപോലുള്ള സ്റ്റോണുകൾ നമുക്ക് ഭൂമിയിൽ നിന്ന് കിട്ടി അത് പോളിഷിങ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ കട്ടിങ് ചെയ്യും. അത് തിളക്കം കിട്ടാനും അതിനു വേണ്ടിയിട്ടുള്ള കട്ടിങ് ചെയ്യുന്ന ഒരു മെഷീനാണത്. ഇത് പഴയ കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന ഒരു മെഷീൻ്റെ മാതൃക അവിടെ കാണിച്ചിട്ടുണ്ട്. മാനുവലായിട്ട് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇപ്പോൾ പുതുതായിട്ടുള്ള സാങ്കേതികങ്ങൾ ഉപയോഗിച്ച് ഇതുപോലുള്ള ഈസി ആയിട്ട് പെട്ടെന്ന് കട്ടിങ് ചെയ്യാവുന്ന തരത്തിലുള്ള ഉപകരണങ്ങളാണ് ഇപ്പോൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ഒരു മൈന് ഇവിടെ സെറ്റ് ചെയ്തതാണ്. മൈനിൻ്റെ ഉള്ളിൽ ഇങ്ങനെയാണ് സ്റ്റോൺസ് കളക്ട് ചെയ്യണത്. ആദ്യം നമ്മളൊരു വീഡിയോയിൽ കണ്ടു, നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം ഇത് റബ്ബർ വുഡാണ്. റബ്ബർ വുഡ് ആദ്യം ഒരു കുഴിയെടുക്കും. കുഴിയെടുത്ത് റബ്ബർ വുഡ് അടിച്ചടിച്ച് അതിന് ഭിത്തി സ്ട്രോങ് ആക്കും. പിന്നെ ഓരോരോ അടിയിലേക്ക് കുഴിയെടുക്കുന്നതും ഇതേപോലെ ചെയ്തിട്ടാണ്. ഇതൊരു നമ്മുടെ നാട്ടിലൊക്കെ ഒരു കാണപ്പെടുന്ന ഒരു പ്രത്യേകതരം ചെടിയാണ്. അത് വെച്ചിട്ടാണ് അതിൻ്റെ സർഫസ് ചെയ്യുന്നത്. ഏറ്റവും അടി എത്തിയിട്ട് ആണ് ഇതേപോലുള്ള ജെംസ് നമ്മൾ കളക്ട് ചെയ്യുന്നത്. ഇത് മുകളിലെത്തി വാഷ് ചെയ്ത് അതിന്ന് നമ്മൾ ജെംസൊക്കെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് കട്ടിങ് ചെയ്ത് പോളിഷിങ് എല്ലാം ചെയ്തതിന് ശേഷമാണ് നമുക്ക് എൻ്റെ കസ്റ്റമറുടെ അടുത്ത് കയ്യിലേക്ക് എത്തുന്നത്. ജ്വല്ലറി മാനുഫാക്ചറിലേക്ക് എത്തും. ജ്വല്ലറി മാനുഫാക്ചർ അതിന് അനുസരിച്ചുള്ള ഒരു ജ്വല്ലറി ആയിട്ട് അത് രൂപപ്പെടുത്തും. അത് റീറ്റെയിൽ ജ്വല്ലറീസ് കസ്റ്റമേഴ്സിന് സെയിൽ ചെയ്യും. ഇത്രയും പ്രോസസ്സാണ് ഒരു ഡയമണ്ട് അതല്ലെങ്കിൽ ഒരു പ്രഷ്യസ് സ്റ്റോൺസ് കിട്ടുന്ന മെത്തേഡ്സ് എന്ന് പറയുന്നത്. സത്യത്തിൽ നമ്മൾ ഈ വിസിറ്റ് ചെയ്യുന്നത് ഒരു പ്രൈവറ്റ് മ്യൂസിയം അല്ല, ഒരു ജ്വല്ലറി മാനുഫാക്ചറിങ് യൂണിറ്റാണ്. ഇവിടെ ഡയമണ്ട് അതേപോലുള്ള പ്രഷ്യസ് സ്റ്റോൺസ് അതിൻ്റേതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള വർക്കുകളും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. നമുക്കിവിടെ ഒരു ജ്വല്ലറി നിർമ്മിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇവിടെ തൊട്ടടുത്ത് തന്നെ സിൽവറും നിർമ്മിക്കുന്നുണ്ട്. നമുക്ക് അനുയോജ്യമായ നമ്മളുടെ ബർത്ത് സ്റ്റോണ് അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട സ്റ്റോണുകൾ ഇവിടെ നിന്നും പർച്ചേസ് ചെയ്യാം. അവർ നമുക്കത് മോതിരത്തിലുള്ള രൂപത്തിലോ അല്ലെങ്കിൽ നമുക്ക് എന്ത് ജ്വല്ലറി ആണോ ആവശ്യം ആ ആവശ്യപ്രകാരം അവർ നമുക്ക് ഡിസൈൻ ചെയ്ത് നിർമ്മിച്ചു തരും. ഇത് ഒരു മോതിരം നിർമ്മിക്കുന്നതിൻ്റെ ഒരു സാമ്പിളാണ്. ഇതിപ്പോൾ ഇതേപോലെ മോതിരം സെറ്റിങ് ചെയ്ത് അവർ കട്ട് ചെയ്ത് സെറ്റിങ് ചെയ്തിട്ടുണ്ട്. എൻ്റെ കയ്യിലുള്ള ആ സ്റ്റോൺ ഇതിൽ വെച്ച് അത് ക്ലോസ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കി പോളിഷിംഗ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്കൊരു മോതിരമായിട്ട് നമുക്ക് ലഭിക്കും. ഇത്തരത്തിൽ നമുക്ക് വേണ്ട വിധത്തിലുള്ള എല്ലാ ജ്വല്ലറികളും നമുക്ക് ഇവിടെ തന്നെ വെച്ച് അവർ നിർമ്മിച്ച് തരും എന്നാണ് അവർ പറയുന്നത്. അത് GIA എന്ന് പറയുന്നത് ജോമോൾക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അമേരിക്ക എന്ന ഒരു സ്ഥാപനം ഈ സ്റ്റോൺസുകൾക്കൊക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷനാണ്. അവർ ടെസ്റ്റ് ചെയ്ത് അവരുടെ ക്വാളിറ്റി ടെസ്റ്റ് പാസ്സായിട്ട് അവരൊരു സർട്ടിഫിക്കേഷൻ തരും. ആ സർട്ടിഫിക്കേഷനാണ് ആ ഒരു
ജെം സ്റ്റോണിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. അവിടെ കട്ടിങ് പോളിഷ് കഴിഞ്ഞിട്ട് വരുന്ന സ്റ്റോൺസ് ഇവിടെ സെയിൽ ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ട്. സ്മോൾ സ്റ്റോൺസ്. This is Neelam. നീല ബ്ലൂ സഫയർ This is Pukraj. ആൻഡ് അത് യെല്ലോ സഫയർ, ബ്ലൂ Yellow സഫയർ, sapphire. We call it Pukraj. പുഷ്യരാഗം This മലയാളത്തിൽ is the പറയുന്നത് more, പുഷ്യരാഗം. more famous in here. ഓക്കെ, ഇതാണ് നോർമലായിട്ട് ശ്രീലങ്കയിൽ കിട്ടുന്ന സ്റ്റോൺസ് എന്ന് പറയുന്നത്. ബ്ലൂ സഫയറും യെല്ലോ സഫയറും ആണ്. പിന്നെ വേറെ കാറ്റഗറിയിലുള്ള ഒരുപാട് സ്റ്റോൺസുകൾ ഒരു സെയിലിന് വെച്ചിട്ടുണ്ട്. This is semi-precious. ഇത് 0.39 സെൻസ് ആണുള്ളത്. സ്റ്റോണിൻ്റെ വെയിറ്റ് പറയുന്നത് ക്യാരറ്റിലും സെൻസിലുമാണ്. ഇത് വലിയ സ്റ്റോണാണ്. ഈ ഒരു ചെറിയ സ്റ്റോണിന് ഏകദേശം വരുന്നത് ഇന്ത്യൻ റുപ്പി 5500 രൂപയാണ് വരുന്നുണ്ട്. And this is good for the back pain, knee pain, and the mind relaxing. ഇത് ഒരു 3 ക്യാരറ്റിൻ്റെ സ്റ്റോണാണ്. ഈ 3 ക്യാരറ്റിൻ്റെ സ്റ്റോണിന് ഏകദേശം ഇത് സെമി പ്രിഷ്യസ് ആണ്. സെമി പ്രിഷ്യസ് എന്ന് പറയുന്നതുകൊണ്ട് നാച്ചുറൽ സ്റ്റോൺ തന്നെയാണ്. അപ്പോൾ അത് ഒരു മോതിരം അതേപോലെ എന്തെങ്കിലും ഉപയോഗിക്കാനും വേണ്ടിയിട്ട് അത് യൂസ് ചെയ്യാം. അറൗണ്ട് 4500 രൂപയോളാണ് ഈ സ്റ്റോണിന് ചാർജ് വരുന്നത്. അങ്ങനെ ഒരുപാട് സ്റ്റോൺസ് ഉണ്ട്. അതേപോലെ അത് ആ സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് തന്നെ ജ്വല്ലറി മാനുഫാക്ചറിങ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് ജ്വല്ലറി ഏത് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ വാങ്ങാം. സിൽവർ ഇറ്റ്സ് ഓൾമോസ്റ്റ് സിൽവർ ആൻഡ് വൈറ്റ് ഗോൾഡ്, വൈറ്റ് ഗോൾഡിലും സിൽവറിലും സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റോൺസുകളാണ്, ജ്വല്ലറീസാണ് ഉള്ളത്. ഇത് നമുക്ക് ബജറ്റിലായിട്ടുള്ള സ്റ്റോൺസും ഉണ്ട്. അതിൻ്റെ കളറും ക്ലാരിറ്റിയിലൊക്കെ വ്യത്യാസം ഉണ്ടായിരിക്കും. നമുക്ക് പർച്ചേസ് ചെയ്യണമെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങാവുന്നതാണ്. ഒരു ജ്വല്ലറി ഏതാണെന്ന് വെച്ചാൽ ജ്വല്ലറി അവരുണ്ടാക്കി തരും. ഹൗ മച്ച് ഇറ്റ് വിൽ ടേക്ക് ടൈം? 3 hours. 3 hours, 3 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് അവർ ജ്വല്ലറി നമുക്ക് ഏതാ സ്റ്റോൺ വേണ്ടതെന്ന് സ്റ്റോൺ കാണിച്ചു കൊടുത്താൽ അവർ ചെയ്തു തരും. ഓക്കെ, താങ്ക് യു സർ. യുവർ ഗുഡ് നെയിം? സതീഷ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു. അപ്പോൾ ആ ജമ്മിൻ്റെ ഫാക്ടറിയിൽ നമ്മൾ പുറത്ത് വന്നു. ഇനി നമുക്ക് അടുത്ത ലൊക്കേഷനിലേക്ക് നമുക്ക് പോവാം. അമിത് ജെംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ ജെം ഫാക്ടറിയുടെ പേര് എന്ന് പറയുന്നത്. നല്ലൊരു യൂസ്, നമുക്ക് ഒരു ഫുള്ളി പ്രോസസ്സ് നമുക്ക് കാണാം. ഫുൾ പ്രോസസ്സ് കണ്ട് നമുക്ക് ജ്വല്ലറി വാങ്ങണമെന്നുണ്ടെങ്കിൽ നമുക്ക് അവർ നമുക്ക് വേണ്ട ഡിസൈനിൽ മാനുഫാക്ചർ ചെയ്തു തരും. അപ്പോൾ നല്ലൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു ഇതാണ്. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്ത് നമ്മൾ അവിടുത്തെ ഇറങ്ങി നമ്മൾ പോകുന്നത് എന്താ ഒരു ബുദ്ധ ക്ഷേത്രമാണ്. ആ ബുദ്ധ ക്ഷേത്രം എന്ന് പറയുന്നത് ബുദ്ധ ഭഗവാന്റെ പല്ല് സൂക്ഷിക്കുന്നുണ്ട് എന്നാണ് അവിടെ പറയുന്നത്. അതുകൊണ്ട് സാക്രഡ് ടൂത്ത് ബുദ്ധ ടെമ്പിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോകുന്നത്. സ്ക്വയറാണുള്ളത്. പുരാതന കാലത്ത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഉണ്ടാക്കി നിർമ്മിച്ച പലതരത്തിലുള്ള പുഴ അവിടെ തന്നെ ഉണ്ട്. അത് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ടെമ്പിൾ ഓഫ് ദ ടൂത്ത് സാക്ര എന്ന് പറയുന്ന ടെമ്പിൾ. അതിൻ്റെ ഉള്ളിലേക്ക് അവിടെ കയറണമെന്നുണ്ടെങ്കിൽ 2000 ഇന്ത്യൻ റുപ്പി പേയ്മെൻറ്റ് ചെയ്യണം. പുറത്തൂടെ കാണാം, അതിന് ക്യാഷ് ഒന്നും വേണ്ട. അത് സെക്യൂരിറ്റി ചെക്കിംഗ് ഉണ്ട്. കഴിഞ്ഞ് വരികയാണെങ്കിൽ നമ്മൾ നേരിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറാം. എന്നാലും അവിടെ പോയിട്ട് അങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് പറയാം. പിന്നെ അതിനോട് ചാരിയിട്ട് ഒരു ചെറിയൊരു ലേക്ക് കൂടെ ഉണ്ട്. അത് മാൻമെയ്ഡ് ലേക്കാണ്, മനുഷ്യർമ്മതാണ്. അത് ഇവിടുത്തെ രാജാവിന് പണ്ട് കാൻഡി ഭരിച്ച രാജാവിന് കാൻഡി പാലസ് ഉണ്ട്. രാജാവിൻ്റെ തൊട്ട് ചാരിയിട്ട് ഒരു ലേക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടതിന് ശേഷം നിർമ്മിച്ചതാണ്. ഒരു നെൽപ്പാടായിരുന്നു. ആ നെൽപ്പാടം നികത്തിയിട്ട് ഒരു തടാകം, മനുഷ്യർ തടാകം ഉണ്ടാക്കിയതാണ്. അതിൻ്റെ ചുറ്റുമതിലാണ് ടെമ്പിളിലേക്ക് പ്രവേശിക്കാനുള്ളത്. അവിടെ സെക്യൂരിറ്റി ചെക്കിങ് ഉണ്ട്. അവിടെ പോയിട്ട് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്തതിന് ശേഷം ഇതിൻ്റെ ഉള്ളിൽ കയറാം. ഇത് ശ്രീലങ്കൻസിന് മാത്രം വരാനുള്ള ഒരു ഏരിയ ആണ്. നമുക്കുള്ള എൻട്രൻസ് എന്ന് പറയുന്നത് തൊട്ടപ്പുറത്തൂടെ പോകണം, തിരിച്ച് നടക്കണം. അങ്ങനെ നമ്മൾ പറഞ്ഞ ലേക്ക്, മാൻമേഡ് ലേക്ക് എന്ന് പറയുന്നത്.
ആൾക്ക് 1500 രൂപയാണ്. എൻ്റെ ടിക്കറ്റ് നമുക്ക് കിട്ടി. നമുക്ക് എൻട്രൻസ് ചൂട് രാവിലത്തെ 500 ഇന്ത്യൻ റുപ്പി, നമ്മുടെ നാട്ടിൽ 500 രൂപ. ഇന്ത്യക്കാരായതുകൊണ്ട് 500 രൂപ അതിൽ കുറവുണ്ട്. പിന്നെ ഇതാണ് മെയിൻ എൻട്രൻസ്, ഫോറിനേഴ്സ് എൻട്രൻസ് എന്ന് പറയുന്നത്. അതിൻ്റെ ഉള്ളിൽ ക്യാപ്പ് ഇടാൻ പറ്റില്ല, ഷൂവും ധരിക്കാൻ പറ്റില്ല. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രധാന ക്ഷേത്രം എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിലാണ് ഗൗതമ ബുദ്ധൻ്റെ പല്ല് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. നമുക്ക് കാണാൻ സാധിക്കില്ല, അതീവ സുരക്ഷമായിട്ടാണ് ഇത് സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത്. രാജകുടുംബങ്ങൾക്ക് മാത്രമേ ഇത് നേരിൽ കാണാൻ പറ്റുന്നുള്ളൂ. ഗൗതമ ബുദ്ധൻ്റെ ഇടതുവശത്തെ കോമ്പല്ല് ആണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത്. പല്ല് സൂക്ഷിക്കുന്ന വ്യക്തിക്ക് രാജഭരണത്തിന് അവകാശമുണ്ടെന്ന വിശ്വാസം പണ്ടുകാലം മുതൽക്കേ ഇവിടെയുണ്ട്. 4-ാം നൂറ്റാണ്ടിൽ ഇന്ത്യയിലെ കലിംഗയിൽ നിന്ന് ഹേമമാല രാജകുമാരിയും ദന്തകുമാരൻ രാജകുമാരനും ചേർന്ന് പല്ല് ശ്രീലങ്കയിൽ കൊണ്ടുവന്നെന്ന് പറയപ്പെടുന്നു. ബുദ്ധഭിക്ഷുക്കൾ ദിവസവും 3 തവണ പുലർച്ചെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം ക്ഷേത്രത്തിൽ പൂജകൾ നടത്തുന്നു. ബുദ്ധന്റെ പല്ലടങ്ങിയ പെട്ടി പൊതുജനങ്ങൾക്ക് കാണാൻ കഴിയില്ല. പകരം 7 സ്വർണ്ണപ്പെട്ടികൾ പൊതിഞ്ഞു സൂക്ഷിച്ചിരിക്കുന്നു. ഇത് ഇവിടുത്തെ പ്രധാന ഫെസ്റ്റിവലാണ് കാർത്തിക ഫെസ്റ്റിവൽ. കാർത്തിക നാളിൽ ജൂലൈ, ആഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന കാണ്ടി യസാല പെരഹര വളരെ പ്രസിദ്ധമായ ഒരു ഉത്സവമാണ്. ഈ സമയത്ത് ബുദ്ധന്റെ പല്ല് സൂക്ഷിച്ച പെട്ടി ആനപ്പുറത്ത് എഴുന്നള്ളിക്കാറുണ്ട്. അരളിപ്പൂക്കളും താമരപ്പൂക്കളുമാണ് ഇവിടെ പ്രധാനമായിട്ട് ക്ഷേത്രമൊക്കെയായിട്ട് കൊണ്ടുവരുന്നതാണ്. ഇനി ഇതിൻ്റെ അകത്ത് ഒരു വലിയ ഒരു ബുദ്ധ ഭഗവാന്റെ ഒരു ശില്പമുണ്ട്. ഇതാണ് ഇവിടുത്തെ ഒരു പ്രധാന പ്രതിഷ്ഠയായിട്ടുള്ള ബുദ്ധൻ്റെ ഗോൾഡൻ സ്റ്റാച്യു എന്ന് പറയുന്നത്. പൂർണ്ണമായും സ്വർണത്തിൽ നിർമ്മിച്ചിട്ടുള്ള സ്റ്റാച്യു ആണ്. അതുപോലെ തന്നെ ആനക്കൊമ്പ് കൊണ്ട് അതിമനോഹരമായി അലങ്കരിച്ചിട്ടുള്ള സ്ഥലം കൂടിയാണ്. നമുക്ക് ഈ ഒരു ബുദ്ധ സ്റ്റാച്യു ഒരുപാട് പേര് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. ഇത് ഈ ക്ഷേത്രത്തിൻ്റെ പുറത്തു വശത്തൂടെയുള്ള ഒരു പ്രവേശന കവാടമാണ്. അതിമനോഹരമായ കൊത്തുപണികൾ നമുക്കിവിടെ കാണാൻ സാധിക്കും. തൊട്ടടുത്ത് തന്നെ നമുക്ക് ഈ ഒരു കൽമണ്ഡപം കാണാൻ സാധിക്കുന്നത്. ഉത്സവ നാളുകളിൽ ആളുകൾ, ഭക്തരായിട്ടുള്ള ജനങ്ങൾ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. ഇതാണ് വേൾഡ് ബുദ്ധ മ്യൂസിയം എന്ന് പറയുന്നത്. വിവിധ രാജ്യക്കാരായിട്ടുള്ള ബുദ്ധ സന്യാസിമാർ വരുന്നതും അതേപോലെ പ്രാർത്ഥിക്കുന്നതുമായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഒരു ബുദ്ധ ക്ഷേത്രം എന്ന് പറയുന്നത്. നമ്മുടെ തൊട്ടയൽ രാജ്യങ്ങളിലായ ഇന്ത്യ, ചൈന, മ്യാൻമർ, ബർമ്മ, തായ്ലാൻഡ് എന്നീ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വരുന്ന ഒരുപാട് ബുദ്ധഭിക്ഷുക്കൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ഇത് ഇന്ത്യ ശ്രീലങ്കയ്ക്ക് നൽകിയ ഒരു സമ്മാനമാണ്. ബ്രിട്ടീഷ് ആർക്കിടെക്ചറൽ ശൈലിയിലുള്ള ഒരു ബിൽഡിംഗ് ആണ്. ഇതാണ് മ്യൂസിയം ഓഫ് വേൾഡ് ബുദ്ധിസം. വീഡിയോഗ്രാഫി ഉള്ളിൽ ചെയ്യാൻ അനുവദിക്കുന്നതല്ല. കാരണം കൊണ്ട് നമുക്ക് കാണാൻ പറ്റില്ല. ടൂറിസ്റ്റുകൾക്ക് ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കുന്ന സ്ഥലം കൂടിയാണ്. ഇതാണ് മെയിൻ ബിൽഡിങ്. ഇത് ഒരു മ്യൂസിയമാണ്, കാൻഡി നാഷണൽ മ്യൂസിയമാണ്. മ്യൂസിയവും വീഡിയോഗ്രാഫി മ്യൂസിയങ്ങളിലൊന്നും എവിടെയും അനുവദിക്കുന്നില്ല. അത് കാരണം കൊണ്ട് നമുക്ക് കാണാനല്ലാതെ നമ്മളെ പ്രേക്ഷകരെ കാണിക്കാൻ പറ്റില്ല. പിന്നെ ഒളിച്ചു കടത്തി വീഡിയോഗ്രാഫി എടുക്കുന്നത് ഒരു നല്ല ശീലമല്ലാത്തതുകൊണ്ട് അത് ചെയ്യുന്നില്ല. അരമണിക്കൂറിനുള്ളിൽ തന്നെ മൊത്തം കയറി കണ്ടു. പിന്നെ ATM ക്യാഷ് കുറച്ചുകൂടെ എടുക്കണം എന്നുണ്ട്. നോക്കട്ടെ. കാരണം ടിക്കറ്റിന് ഇന്നലെ ഒരു 10,000 ലങ്കൻ റുപ്യാണ് നമ്മൾ ATM എടുത്തത്. നമ്മുടെ കാർഡ് വെച്ചിട്ട് എടുത്തതാണ്. അവിടെ നമ്മുടെ നാട്ടിലെ ATM തന്നെയാണ്. ATM അതുപോലത്തെ എടുക്കുന്നതാണ്. നോക്കി നോക്കട്ടെ.
നമുക്ക് വിഡ്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് 5000 അടിച്ചപ്പോൾ നമുക്ക് എങ്ങനെ വേണമെന്നുള്ളത് ഇവിടെ അടിച്ചു. അതേപോലെ ഏതൊക്കെ നോട്ട് വേണമെന്നുള്ളത് നമുക്ക് ഡിനോമിനേഷൻ ഇവിടെ കൊടുക്കാം. അപ്പോൾ പൈസ എടുത്തു. നമ്മുടെ നാട്ടിലത്തെ ATM ആണ്. ATM വെച്ചിട്ടാണ് എടുത്തത്. ക്യാഷ് ഒന്നുമില്ലല്ലോ, നോക്കട്ടെ. അപ്പോൾ അവിടുന്ന് ATM മെഷീനിൽ നിന്ന് പൈസ എടുത്തു. പൈസ കിട്ടിയില്ല. എന്തോ എററുണ്ട്. നമ്മൾ ഇൻ്റർനാഷണൽ കാർഡ് എൻ്റെ ഇന്ത്യയിലെ കാർഡ് വെച്ച് നോക്കുമ്പോൾ കിട്ടിയില്ല. ഇനി മറ്റൊരു ATM ഒന്ന് നോക്കി നോക്കുക. എന്തോ ഒരു എററുണ്ട്. ഇനി ഇവിടെ ഷൂ കൊടുത്തിട്ടുണ്ട്. ഈ ഷൂ കൊടുത്ത് നമുക്ക് വാങ്ങണം. എൻ്റെ ടോക്കണുണ്ട്. ടോക്കൺ അവിടെ കൊടുക്കുന്നു. അപ്പോൾ നമ്മൾ ഇത് അവിടുന്ന് ബുദ്ധ ടെമ്പിളിൽ നിന്ന് നമ്മൾ ഇറങ്ങി ഇനി നേരെ നമ്മളെ വണ്ടി പാർക്ക് ചെയ്തിരിക്കണം. അവിടെ പോകണം. അപ്പോൾ പക്ഷെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. നേരെ ഹോട്ടലിൽ പോവാ. ചെക്കപ്പ് ചെയ്താണ് മോർണിംഗ്. ബാഗ് ലഗേജ് അവിടെ വെച്ചിട്ടുണ്ട്. റിസപ്ഷൻ ഇല്ലാതെ എടുക്കാൻ പോരാം. അപ്പോൾ പെട്ടെന്ന് കയറി കണ്ടതാണ് കൊണ്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ മ്യൂസിയത്തിലൊന്നും വീഡിയോഗ്രാഫി എടുക്കാൻ പറ്റാത്തതാണ് കൊണ്ട് നമുക്ക് അതിലൊന്നും കാഴ്ച മാറ്റേ പറ്റുള്ളൂ. ഇനി ഒരു വരവിൽ അവസരത്തിൽ നമുക്കത് ചെയ്യാം. വന്നത് നമ്മൾ ആ വഴിയാണ്. ഇതാണ് ഇതിൻ്റെ എക്സിറ്റ്. ഇനി ഇതിലൂടെ പോയി ആ ഫ്രണ്ട് വശത്താണ് ഡ്രൈവർ നിൽക്കുന്നത്. ഇതൊരു ശ്രീലങ്കൻ്റെ ലാൻഡ്മാർക്ക് ആയിട്ടുള്ളതായതുകൊണ്ട് അത് വാങ്ങുന്നുണ്ട്. ആനയും വാങ്ങുന്നുണ്ട്. ഇത് മാത്രം മതി. ലഗേജ് ഇല്ലാത്ത കാരണം കൊണ്ടുള്ള പ്രോബ്ലമാണ്. ഇവിടെ പുഷ്പ അർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള താമരയും അതുപോലെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജാസ്മിന് താമര കളർഫുൾ നല്ല ഭംഗിയുണ്ട് കാണാൻ. ജസ്റ്റ് ഒരു മാഗ്നറ്റ്, ഫ്രിഡ്ജ് മാഗ്നറ്റ് വാങ്ങി ശ്രീലങ്കയുടെ ഒരു ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ റൂമിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. റൂമിൽ നിന്ന് ലഗേജ് എടുത്ത് സമയം 12:39. 1 മണിയാകുമ്പോഴേനും ബസ് ഉണ്ട്. ആ ബസ് കിട്ടണം. അല്ലെങ്കിൽ പിന്നെ അത് കഴിഞ്ഞ് 2 മണിക്ക് ബസ് ഉണ്ടാവുള്ളൂ. 2 മണിക്ക് ബസ് ആകുമ്പോൾ 6 മണിയാവും കൊളംബോയിലെത്താൻ. അവിടുന്ന് എയർപോർട്ടിൽ 8 മണിയാകുമ്പോൾ എയർപോർട്ടിലെത്തണം. ഇതാണ് ഹോട്ടൽ മൗണ്ട് പാലസ്. റെസ്റ്റോറൻറ്റും ഉണ്ട്, പക്ഷെ ടൈമില്ല. ഇതിനുള്ള വ്യൂ ആണ്. കാനഡ മൊത്തം വ്യൂ കിട്ടും. നല്ല താമസിക്കുന്ന അക്കോമഡേഷന് ബഡ്ജറ്റും ആണ്. 1000 റുപ്പീസേ ഉള്ളൂ. 1000 റുപ്പീസിൻ്റെ അടുത്തേ വരുന്നുള്ളൂ. അപ്പോൾ booking.com മൗണ്ട് പാലസ് എന്ന് അടിച്ചാൽ തന്നെ മതി. ഇവിടുന്ന് ഹിൽ ഏരിയ ആണ്. ഓട്ടോറിക്ഷയിൽ 300 രൂപയ്ക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ റോഡ് കുറച്ച് ചെറിയ നാരോ റോഡാണ്. എഡ്ജിലൂടെ പോകുന്ന ചെറിയ റോഡാണ്. അത് കാരണം കൊണ്ട് കുറച്ച് എമൗണ്ട് കൂടുതലായിരിക്കും. നമുക്ക് കൊളംബോയിലേക്ക് തിരിച്ചു പോവാം. ബസ് അവിടെ വെയിറ്റ് ചെയ്തു. കാനഡയുടെ വിശേഷങ്ങളൊക്കെ തീരാണ്. അപ്പോൾ see you next